ഞാൻ വർക്കല പാപനാശത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. ഒരുപാട് ആൾക്കാർ തൻ്റെ ഉറ്റവർക്കും തൻ്റെ സ്വന്തക്കാർക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കൊക്കെയായി ബലി അർപ്പിക്കാനായി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പേർ ബലി അർപ്പിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നുമുണ്ട്. ഞാനും എൻ്റെ താത്തയ്ക്ക് വേണ്ടി ബലി അർപ്പിക്കാനാണ് ഇവിടെ വന്നത്. എൻ്റെ പാട്ടിയമ്മയാണ് മുമ്പേ നടക്കുന്നത്. ധാരാളം കച്ചവടക്കാരും ഇവിടെ തന്നെയുണ്ട്. നേർവഴിക്ക് പോവാതെ അമ്മമ്മ ഈ ഒരു വഴിയിൽ പോവുകയാണ്. ഇതിലെ എളുപ്പത്തിലെത്താമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കിയാലോ. ചെറിയ ചെറിയ ചായക്കടകളും ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളും ഉണ്ട്. തോർത്തും മറ്റുമാണ് കച്ചവടം ചെയ്യുന്നത്. ഓ ശരി, നടക്കാൻ ആ അറിയത്തില്ല. ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവുകയാണ്. ഫോൺ ചെയ്യാം അങ്ങോട്ട് പോയിട്ട്. ഞങ്ങൾ കൂടെ വന്ന ഒരു ആൻറ്റിയെ കാണാനില്ല. അമ്മമ്മ പാട്ടി അതിനുള്ളൊരു തിരച്ചിലാണ്. നിങ്ങൾ നേരെ വയ്ക്കുള്ളൂ, നമുക്ക് ഫോൺ ചെയ്യാം. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയും ഫോണിൻ്റെയൊക്കെ കാലഘട്ടമാണല്ലോ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഈ ഫോണൊന്ന് പിടിച്ച് ഞാൻ മുണ്ടൊന്ന് മടക്കി കൊടുത്തു. അങ്ങനെയല്ല, അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചാണ് വത്സലെ വിളി. കൂടെ വന്ന ആൻറ്റിയെ തിരക്കി പാട്ടിയമ്മ തെക്ക് വടക്ക് നടക്കുകയാണ്. അതിൻ്റെ ടെൻഷനും കാണാം. ഈ വീഡിയോ ഓഫ് ചെയ്താൽ മാത്രമേ ആ ആൻറ്റിയെ ഫോൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ അതിനുള്ള ശ്രമത്തിൽ കൂടിയാണ്. നിങ്ങൾ മുമ്പേ പൊക്കെയുള്ളൂ, വിളിക്കാം. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ വീഡിയോ കട്ട് ചെയ്താൽ മാത്രമേ ആ ആൻറ്റിയെ വിളിക്കാൻ പറ്റുകയുള്ളൂ. ഒരു 2 മിനിറ്റ് കൂടി ഷൂട്ട് ചെയ്തിട്ട് വിളിക്കാം. നിങ്ങൾ മുമ്പേ പൊയ്ക്കോളൂ, ചില്ലയല്ലേ. അങ്ങനെ ഇതൊരു ബസ്സാണ്. ക്ഷേത്രത്തിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ധാരാളം വാഹനങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിൽ ബലി അർപ്പിക്കുവാനായി വന്നവരുടെ വാഹനങ്ങളാണ്. പാട്ടിയമ്മ പറയുന്നത് ഫോൺ കളഞ്ഞിട്ട് അവരെ വിളിക്കാനാണ്. അതിനെന്താ, വിളിക്കാം ഫ്രണ്ട്സ്, മറ്റൊന്നും വിചാരിക്കരുത്. നല്ലൊരു അവസരത്തിൽ വീഡിയോ എടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ പൊക്കോമാ, വിളിക്കാം.
ധാരാളം ജനപ്രവാഹമാണ് കേട്ടോ ബലിയിടാൻ. ബലിതർപ്പണം എന്നത് ഒരു സയൻസ് കൂടിയാണ്. കാരണം നമ്മൾ സ്നേഹിച്ച മനുഷ്യർ, അച്ഛനായിക്കോട്ടെ, മുത്തശ്ശനായിക്കോട്ടെ, വീട്ടിലെ ഓരോ അംഗങ്ങളായിക്കൊള്ളട്ടെ, അവർ ഇന്ന് വെറും ഓർമ്മ മാത്രമാണ്. എന്നാൽ വർഷത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ അവരെ ഓർക്കുന്നു. ശരിക്കും ഒരു ആചാരമാണെങ്കിലും അതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി ബലിതർപ്പണത്തിന് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. സാധാരണ കവിഞ്ഞ ജനപ്രവാഹമാണ് ഇവിടെ. കാരണം ധാരാളം ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നുമൊക്കെ വന്നത്. ഈ എറണാകുളം ജില്ലയിലാണെങ്കിൽ ആലുവ ആ ഭാഗത്ത് ആണ് കൂടുതലായി. ആലുവ മണപ്പുറത്താണ് ബലിതർപ്പണത്തിന് പോകുന്നത്. പാലക്കാരാണെങ്കിൽ ഭാരതപ്പുഴ, അങ്ങനെ അങ്ങനെ ഓരോരോ രീതിയുണ്ട്. നമ്മുടെ കേരളത്തിൽ തിരുവല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവല്ലത്തിലൂടെ തന്നെ ചേർക്കാവുന്ന ഒന്നാണ് പാപനാശം എന്ന ഒന്ന്. കാരണം കേരളത്തിലെ വർക്കല പാപനാശത്ത് ധാരാളം പേർ പണ്ട് മുതൽക്കേ തന്നെ ബലിയിടാൻ വരുന്നുണ്ട്. അതൊരു കർമ്മം എന്ന രീതിക്ക് മാത്രമല്ലാതെ ജീവന്റെ ഒരു ദിനചര്യ അല്ലെങ്കിൽ വർഷത്തിൽ ചെയ്യുന്ന ഒരു കടമ, കർത്തവ്യം തന്നെയാണ് എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജനങ്ങളാണെങ്കിൽ ഈ തിങ്ങി തിരങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം പോലീസുകാർ അവരെ നിയന്ത്രിക്കാനുണ്ട്. എന്നാലും ഞാനിങ്ങനെ മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. അങ്ങനെ വത്സലമാമയും അതുപോലെ തന്നെ അമ്മാമ്മയും ഒക്കെ മുമ്പേ നടക്കുകയാണ്. പക്ഷേ ഞാനിങ്ങനെ ക്യാമറ നോക്കി നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് സമയത്ത് ഞാനിങ്ങനെ എത്തുമോ എന്നറിയില്ല. വഴി തെറ്റാനാണ് സാധ്യത കൂടുതൽ. വഴി തെറ്റാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും നടക്കുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ കൂടെ വന്ന ആൾക്കാരെ കാണുന്നില്ല. ഏതായാലും ഞാൻ തിരഞ്ഞു നോക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, അത് ഓർക്കണം. കൂടെ വന്ന ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. എന്നാലും അവരെയും നോക്കണം. ഈ ക്യാമറയിൽ ദൃശ്യങ്ങൾ നല്ല രീതിയിൽ പകർത്തണം. കാരണം ബലിതർപ്പണം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് ആയിരുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ വർക്കല ബലിതർപ്പണം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാനോ എന്തിന് ബലിതർപ്പണത്തിന് പങ്കുകൊള്ളാനോ പോലും വന്നിട്ടില്ല. അമ്മയോടൊപ്പം വരുന്നു എന്നല്ലാതെ സ്വന്തമായിട്ട് ഞാൻ ഇന്നാണ് എൻ്റെ മുത്തശ്ശന്, എൻ്റെ താത്തയ്ക്ക് ബലിയിടാൻ വേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് തന്നെ വന്നതുകൊണ്ട് ഒരു ഓർമ്മയായിരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. ധാരാളം ജനങ്ങളുണ്ട്. പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ധാരാളം ആൾക്കാർ വരുന്ന ഒരു പ്രദേശമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. എന്നാലും പരിചയമുള്ള ധാരാളം പേരുണ്ട്. കൂടുതൽ ആൾക്കാരും പേര് വിളിച്ചിട്ട് പോകുന്നുണ്ട്, വിഷ്ണു എന്നൊക്കെ. തിരിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണില്ല. കാരണം ധാരാളം ആൾക്കാരല്ലേ ചുറ്റും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജനപ്രവാഹമാണ്. എന്തായാലും പാപനാശത്തേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ദൂരത്തെ അലച്ചിലിനും യാത്രയ്ക്കും വലിയൊരു യാത്ര തന്നെയാണ്. ഹിമാലയത്തിലേക്ക് പോകുന്നതിനേക്കാൾ പാടുപെട്ട യാത്രയായിരുന്നു എന്ന് പറയാം. ആ യാത്രയ്ക്ക് ഒടുവിൽ അങ്ങനെ ഞങ്ങൾ പാപനാശത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ താത്തയ്ക്ക് ബലിതർപ്പണത്തിനായി. അപ്പോൾ ബലിയിടാനുള്ള ഒരു സമയം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഞാൻ ഷൂട്ടിങ് തുടരുകയാണ്. അമ്മ കാണുന്നില്ലല്ലോ. ഉണ്ട്. എന്നാലും കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോവേണ്ടിയിരിക്കുന്നു. ഈ കടൽ തീരം അതിക്രമിച്ചിരിക്കുന്നു. അവിടേക്ക് തന്നെയാണ് അടുത്ത യാത്ര ഏകദേശം ബലം കണ്ട് തുടങ്ങിയിരിക്കുന്നു. എത്തിക്കഴിഞ്ഞു. ഈ ജനപ്രവാഹമുള്ളത് കൊണ്ട് തന്നെ, ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കറക്റ്റ് സ്ഥലമൊന്നും കണ്ടുപിടിക്കാനൊന്നും കഴിയുന്നില്ല. എന്നാലും നമ്മുടെ രീതിയിൽ തന്നെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ. അത് ഉറപ്പായിട്ട് നടക്കും. ഇതാ സുധാകരൻ അങ്കിൾ, വീട്ടിൻ്റെ അടുത്തുള്ള സുധാകരൻ അങ്കിൾ എന്ന് പറഞ്ഞ ആളപ്പുറത്ത് നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട്. എന്നെ കണ്ടില്ല, ഞാൻ കണ്ടു. കാരണം നമ്മളായിരിക്കുമല്ലോ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. ഒരു ഡിറ്റക്റ്റീവിൻ്റെ ഒരു സൂക്ഷ്മതയോടെ ഞാൻ നടക്കുകയാണ്. ഇനിയും എന്തെല്ലാം കണ്ടുപിടിക്കാമെന്നുള്ള ധൈര്യത്തോടു കൂടി. ചുറ്റും ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ പലതവണയായി പറയുന്നു ചുറ്റും ധാരാളം ആൾക്കാരുണ്ടെന്ന്. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നൊരു ആംബുലൻസ് പോകുന്നുണ്ട്. അത്യാഹിതമായ ആരെയോ
അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ തന്നെ ധാരാളം ആംബുലൻസ് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. കാരണം അത് നല്ല കാര്യം തന്നെയാണ്. അത് ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും ദേവസ്വം ബോർഡിന് ഒരു നന്ദി പറയേണ്ട കാര്യമാണ്. കാരണം ഈ ധാരാളം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എപ്പോഴാണ് അസുഖം വരുന്നത്, ഒരു തലകറക്കം മുതൽ BP ലോ ആകുന്നത് വരെ അതും വലിയ രീതിക്കുള്ള ഒരു പ്രോബ്ലമായി തീർന്നേക്കാം. ആംബുലൻസ് ചുറ്റി കറങ്ങുന്നത് വലിയ കാര്യം തന്നെയാണ്. വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വരെ അത് ഉപകരിക്കും. എന്നാൽ ഇത് നല്ല കാര്യമാണ്. അതിനുള്ളൊരു തയ്യാറെടുപ്പിലുമാണല്ലോ. ബലിയിടാൻ വന്ന കൂടുതൽ ആൾക്കാരുടെ മുഖത്തും സന്തോഷമല്ല, ദുഃഖം തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം തൻ്റെ ഉറ്റവരോടൊപ്പം ഇവിടെ മറ്റുള്ളവർക്ക് ദർപ്പണത്തിനായി വന്ന ആൾക്കാർ ഇന്ന് അവർക്ക് വേണ്ടി ബലിയിടാനായി വന്നിരിക്കുന്നു. നാളെ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പോലും ആർക്കും അറിയില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഒരു വിഷമാവസ്ഥ ബലിയിട്ട് കഴിഞ്ഞ് കുറച്ച് ദിനം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് വിഷമം ചെറിയ രീതിക്ക് പോകുമെങ്കിലും ഇതൊരു തീരാ ദുഃഖമായി അവിടെ തന്നെ കിടക്കും. എന്നാലും ബലിതർപ്പണം എന്നൊരു പീരീഡ് വർഷത്തിൽ ഒരു തവണയെങ്കിലും മരിച്ചവരെ ഓർക്കുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. അത് ദൈവികമായിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഈ ദൈവികമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇത് നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട്, നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുത്തുന്നത് കൊണ്ടും ഇതൊരു നല്ല പുണ്യപ്രവൃത്തിയാണ്, സൽക്കർമ്മമാണ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ പാപനാശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ആകാംക്ഷയ്ക്കൊടുവിൽ ഞങ്ങൾ പാപനാശത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ബലിയിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ബലിയിടാനുള്ള തോർത്ത്, ആ സമയത്ത് ഉടുക്കാനുള്ള മുണ്ട്, മറ്റ് ഉപകരണങ്ങളെല്ലാം തയ്യാറാണ്. കാരണം പാട്ടിയമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാം തയ്യാറെടുത്ത് വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ വത്സലാമ്മയുടെ കാര്യം പറയുകയാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. അവരെല്ലാം വെൽ പ്ലാൻഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ബലിതർപ്പണത്തിന് ചെന്നാൽ മതി. പക്ഷേ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ബലിയിടാൻ തന്നെ ധാരാളം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ മണൽപ്പുറത്ത് ചുറ്റും നിരന്ന് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ബലിയിട്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ശ്രമിക്കാം. പക്ഷേ ബലിയിട്ടിട്ട് ഇവിടുന്ന് പോവും. കാരണം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് നടത്തി എടുത്തിട്ടേ പോകൂ. അത് എൻ്റെ ഒരു ശീലമാണ്. എൻ്റെ മാത്രമല്ല, കേരളത്തിലെ ഓരോ ആൾക്കാരുടെയും ശീലമാണ്. ഇവിടെ കൂടുതലായിട്ട് ആൾത്തിരക്കുള്ളത് കൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ശബ്ദം വളരെ മോശമായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു ആൾത്തിരക്കിൻ്റെ ആ ഒരു വോയിസ് കൂടി കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഡബ് ചെയ്ത് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ബലിതർപ്പണം ചെയ്യുന്ന ആ ഒരു മണൽത്തിട്ടകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നേരെ അകത്ത് കയറി ബലിയിടാമെന്ന രീതിക്ക് വന്നത് ക്ഷേത്രത്തിൻ്റെ വക ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വന്നത്. എന്നാൽ അവിടെ ഒരു 10,000-2,000 പേരോളം വരുന്ന വലിയ ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ താഴെ മണൽത്തിട്ടകളിൽ ധാരാളം പേർ ബലിയിടുവാനായി ധാരാളം ക്ഷേത്രത്തിൽ നിന്നും ധാരാളം സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേർ വന്നിട്ടുണ്ട്. അവരിൽ നിന്നുമാണ് ഞങ്ങൾ ബലിയിടുന്നത്. ഏതായാലും ബലിയിടുവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം റെഡിയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ നടക്കുകയാണ്. നല്ല ആൾത്തിരക്കുള്ളത് കൊണ്ട് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മറ്റൊരു സന്തോഷകരമായ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, ടാറ്റാ.